എൻ്റെ പ്രിയ സൗഹൃദങ്ങളെ, മൺമറഞ്ഞ നാഗരികതയുടെ സംസ്കാരത്തിൻ്റെ പഴമകൾ തേടി ആലപ്പുഴയുടെ ചരിത്രത്താളുകളിലെ ഈടുവഴികളിലെല്ലാം ചുറ്റി സഞ്ചരിക്കുകയാണ് എൻ്റെ ചാനലിലൂടെ. നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് ആലപ്പുഴയിലെ അനന്തനാരായണപുരം ക്ഷേത്രം. ഏറെ ചരിത്രത്താളുകളിൽ രേഖപ്പെട്ട ഒരു പരിപാവനമായ ക്ഷേത്രവും ക്ഷേത്രക്കുളവും അതിനകത്തൊരു മണ്ഡപവുമൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ആലപ്പുഴയിലെ അനന്തനാരായണപുരം ക്ഷേത്രം സാധാരണയായി പുതിയ തിരുമല ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. NH-47 ഹൈവേയിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ അകലെ ഏയൻപുരത്താണിത് സ്ഥിതി ചെയ്യുന്നത്. AD 1852 ഈ ക്ഷേത്രം സ്ഥാപിതമായത്. പ്രധാന പ്രതിഷ്ഠ ഉഗ്രരൂപത്തിലുള്ള നരസിംഹമൂർത്തിയാണ്. ദേവതയും ഉപദേവതയും. ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രധാന ദേവത ഉഗ്രരൂപത്തിലുള്ള ശ്രീ നരസിംഹമൂർത്തിയാണ്. ശ്രീകോവിലിനുള്ളിലെ സിംഹാസനത്തിൽ വെങ്കിടാചലപതിയും മുകൾത്തട്ടിൽ ഇരുവശത്തും ലക്ഷ്മീദേവിയും ഭൂമിദേവിയുമുണ്ട്. അടുത്ത പടി ശ്രീ നരസിംഹമൂർത്തിയാണ്. ഇടതുമടിയിൽ മഹാലക്ഷ്മിയും ഉത്സവദേവതകളെ അടുത്ത പടിയിലുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മറ്റ് GSB ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശ്രീകോവിലിനുള്ളിലെ ഒരു വേദിയിലാണ് ഹനുമാൻ, ഗരുഡൻ, ഗണപതി എന്നിവരുടെ വിഗ്രഹങ്ങൾ ഒരുമിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ പോർച്ചുഗീസ് കാലഘട്ടം തൊട്ടുള്ള പഴമയുടെ ചരിത്രത്താളുകളിൽ തിരഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അഖണ്ഡനാരായണപുരം എന്ന പേര് ലോപിച്ച് അനന്തനാരായണപുരമായി മാറുകയായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് നിർദ്ദേശിച്ച പേരാണ് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭന്റെ രാജകീയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനന്തനാരായണ എന്ന പേരായിരിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആലപ്പുഴ അനന്തനാരായണപുര ക്ഷേത്രം തുറവൂർ തിരുമല ദേവസ്വത്തിന്റെ നിയന്ത്രണത്തിലാണ്. ആറാട്ടുത്സവങ്ങളാണ് പ്രധാനം. വർഷത്തിൽ 2 ഉത്സവങ്ങളാണ് ഇവിടെ പ്രധാനമായും നടത്താറുള്ളത്. ആലപ്പുഴയിലെ ചരിത്രത്താളുകൾ നമ്മൾ നോക്കുമ്പോൾ ഈ ക്ഷേത്രവും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവരണങ്ങളും ഒരുപാട് ലോങ് വീഡിയോയിൽ എടുത്താലും തീരാത്തത്ര ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ടതാണ്. പഴമയുടെ സംസ്കാരങ്ങളും ഈറ്റില്യങ്ങളും തേടിയുള്ള നമ്മുടെ യാത്ര. 2 വലിയ ആൽമരങ്ങളും ആൽത്തറകളും ഒരുപാട് ആളുകളുടെ വിശ്രമ കേന്ദ്രവുമൊക്കെയാണ് തിരുമല ക്ഷേത്രം. ഏറെ നാളുകളായി ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ഇടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളിത് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുക എന്നുള്ളത് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന വല്ലാത്തൊരു ഫീലാണ്. കാരണം